വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ നേമം. സിറ്റിംഗ് MLA മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. BJPക്ക് വേണ്ടിയിട്ട് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖറാണ് അവിടെ കളത്തിലിറങ്ങുന്നത്. കോൺഗ്രസ് UDF തങ്ങളുടെ യുവമുഖങ്ങളിലൊന്നായ മുൻ MLA കൂടിയായിട്ടുള്ള നിലവിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറുമായ KS ശബരിനാഥനെയാണ് അവിടെ രംഗത്തിറക്കിയിരിക്കുന്നത്. നേമം കഴിഞ്ഞ 3 തവണയായിട്ട് UDFന് ഒരു കൈവിട്ടു പോയിരിക്കുന്ന മണ്ഡലമാണ്. 2001-ലും 2006-ലും N ശക്തൻ കോൺഗ്രസിന് വേണ്ടിയിട്ട് UDFന് വേണ്ടിയിട്ട് മണ്ഡലം തുടർച്ചയായി 2 തവണ ശക്തമായി ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. 2006-ൽ ഏതാണ്ട് 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു N ശക്തൻ്റെ വിജയം. എന്നാൽ 2011-ലേക്ക് വരുമ്പോൾ അവിടെ മണ്ഡലത്തിൻ്റെ ഘടന മാറുന്നു. മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഒപ്പം തന്നെ കോൺഗ്രസ് ആ സീറ്റ് ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. അങ്ങനെ 2011-ലും 2016-ലും ഘടകകക്ഷികളാണ് UDFന് വേണ്ടിയിട്ട് അവിടെ മത്സരിച്ചത്. ആ 2 തെരഞ്ഞെടുപ്പിലും UDFനെ സംബന്ധിച്ച് ദയനീയ പ്രകടനമായിരുന്നു. അങ്ങനെയാണ് 2016-ൽ അവിടെ BJP ആദ്യമായിട്ട് അക്കൗണ്ട് തുറക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ഇത്തവണ വളരെ ശക്തമായിട്ടുള്ള പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. BJP വീണ്ടും ഒരിക്കൽ കൂടി ആ മണ്ഡലം തിരികെ പിടിക്കാനായിട്ട് രംഗത്തിറങ്ങുകയാണ്. എന്നാൽ അവിടെ UDF അതിന് ചെക്ക് വെക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ആ നിയമമണ്ഡലത്തിൽ കോൺഗ്രസിന് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. KS ശബരിനാഥൻ. അദ്ദേഹം മുൻപ് അരുവിക്കരയിൽ നിന്ന് 2 തവണ ജയിച്ച് MLA ആയ വ്യക്തിയാണ്. അത്തരമൊരു നേതാവിനെ മുന്നോട്ട് വെച്ചുകൊണ്ട് UDF അവിടെ ശക്തമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി നീങ്ങുകയാണ്. തികഞ്ഞ ആത്മവിശ്വാസവുമായിട്ടാണ് UDF അവിടെ മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരം MP കൂടിയായിട്ടുള്ള ശശി തരൂര് പൂർണ്ണസമയം നിയമം കേന്ദ്രീകരിച്ചുകൊണ്ട് KS ശബരിനാഥൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വലിയ രീതിയിലൊരു ആവേശം, ജനങ്ങളുടെ പിന്തുണ UDFന് അവിടെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ MLA കൂടിയിട്ടുള്ള ശിവൻകുട്ടിക്കെതിരെ ശക്തമായ ഒരു രോഷം, ജനവിരുദ്ധ വികാരം ആ മണ്ഡലത്തിലുണ്ട്. സർക്കാർ വിരുദ്ധ തരംഗം സംസ്ഥാന വ്യാപകമായി അലയടിക്കുന്ന കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ല, തലസ്ഥാന ജില്ല എന്ന നിലയിൽ തിരുവനന്തപുരത്ത് പൂർണ്ണമായും അതുണ്ടാകും. തിരുവനന്തപുരം ജില്ലയിലെ ഒരു മണ്ഡലമായ നേമത്ത് ഒരു മന്ത്രി കൂടിയായ ശിവൻകുട്ടിക്കെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ തരംഗം അവിടെ അലയടിക്കുന്നുണ്ട്, അവിടെ നിഴലിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണം സ്വാഭാവികമായിട്ടും UDFിലേക്കാകും വരിക. മറുവശത്ത് BJP തുടരുന്ന അവരുടെ ഒരു ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം. BJPക്ക് കാര്യമായൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കേരള രാഷ്ട്രീയത്തിൽ അവർക്കവിടെ വിജയിക്കാനും കഴിയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും വിജയസാധ്യത UDFനോട് വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ശബരിനാഥൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് പ്രകടമാണ്. ഇത്തവണ നിയമം കൈവിട്ട നിയമം തിരികെ പിടിക്കും എന്ന് ശബരിനാഥനും UDFും കോൺഗ്രസും ഉറച്ച് പറയുന്നുണ്ട്. അവിടെ CPM BJP ഡീലാണ് UDF പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം BJP സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അവിടെ ഒരു വെല്ലുവിളി ഉയർത്തി. അദ്ദേഹം വികസന കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടൊരു വികസന സംവാദത്തിന് ഒരു വെല്ലുവിളി നടത്തി. അത് മന്ത്രി കൂടിയായിട്ടുള്ള LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി ഏറ്റെടുക്കുന്നു. അദ്ദേഹം സംവാദത്തിന് തയ്യാറാണ്, സമയം പറഞ്ഞാൽ മതി, സംവാദത്തിന് വരാമെന്ന് പറയുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ നിലപാട് മാറ്റുന്നു. അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രിയുമായിട്ടാണ് താൻ സംവാദത്തിനുള്ളത് എന്ന് പറയുന്നു. പിന്നീട് 2 പേരും ഒന്നും മിണ്ടുന്നില്ല. അത്തരത്തിൽ ആ സംവാദത്തിന് ഒരാൾ വെല്ലുവിളിക്കുന്നു, മറ്റൊരാൾ ഏറ്റെടുക്കുന്നു. പിന്നീട് അതിനെക്കുറിച്ച് 2 പേരും ഒന്നും മിണ്ടാത്ത ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ ഇന്ന് ശബരിനാഥൻ UDFിൻ്റെ സ്ഥാനാർത്ഥി ഈ 2 പേരെയും വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. വളരെ രസകരമായിട്ടുള്ളൊരു വെല്ലുവിളിയാണ് ശബരിനാഥൻ അവിടെ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അവർ തമ്മിൽ ഇങ്ങനെ വെല്ലുവിളിച്ച് സംവാദം നടത്തേണ്ട എന്ത് കാര്യമാണുള്ളത്? അവർ രണ്ടും ഒരു ടീമാണ്. അപ്പോൾ അവർ ഒരു ടീമായിട്ട് അവർ 2 പേരും കൂടി ഒന്നിച്ച് ഒരു ടീമായിട്ട് അവർ ആരാണെന്ന് വെച്ചാൽ ഒരാളെ പ്രതിനിധിയായിട്ട് അയക്കട്ടെ. ഇപ്പുറത്ത് തങ്ങൾ UDF ഒറ്റയ്ക്ക് അവിടെ UDFന് വേണ്ടിയിട്ട് താൻ ചർച്ചയ്ക്ക് സംവാദത്തിന് തയ്യാറായിട്ട് റെഡിയായിട്ട് വരാം. അവർ ധൈര്യമുണ്ടെങ്കിൽ, ചങ്കൂറ്റമുണ്ടെങ്കിൽ സംവാദത്തിന് വരട്ടെ എന്ന ഒരു വെല്ലുവിളി ശബരിനാഥൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ചില ഉപാധികൾ ശബരിനാഥൻ മുന്നോട്ട് ഈ സംവാദത്തിന് വെക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം പറയുന്നത് വരുന്നവർ ഒറ്റയ്ക്ക് വരണം, ഇടവും വലവും ആളില്ലാതെ, ആരെങ്കിലും എഴുതി കൊടുത്ത തുണ്ടുപേപ്പർ ഇല്ലാതെ ഈ 2 പേരും ഒറ്റയ്ക്ക് വന്ന് തനിക്ക് നേരെ എതിർവശത്തിരുന്ന് ചർച്ചയ്ക്ക് സംവാദത്തിന് തയ്യാറാണോ എന്ന വളരെ ശക്തമായ വെല്ലുവിളിയാണ് ശബരിനാഥൻ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം
ഈ രണ്ടുപേരും സാധാരണ പത്രസമ്മേളനങ്ങൾ നടത്താറുണ്ട്. ആ പത്രസമ്മേളനങ്ങളിലൊക്കെ തന്നെ രണ്ടുപേരുടെയും ഇടവും ബലവും എല്ലാം ആൾക്കാർ കാണും. രണ്ടുപേരുടെയും കയ്യിൽ ഒരു നീട്ടിപ്പിടിച്ച കുറിപ്പടി കാണും. അത് നോക്കിയാണ് എല്ലാം തന്നെ സംസാരിക്കുക. ആ മാധ്യമങ്ങളെ കണ്ട് ബൈറ്റ് കൊടുക്കുമ്പോൾ പോലും മന്ത്രി ശിവൻകുട്ടിയുടെ കയ്യിൽ ഒരു പേപ്പർ കാണും. അദ്ദേഹം ആ പേപ്പർ ഇടയ്ക്കിടയ്ക്ക് കോപ്പി അടിക്കുന്ന പോലെ ഇങ്ങനെ തുറന്നു നോക്കി ഇടയ്ക്കിടയ്ക്ക് നോക്കിയാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ തന്നെ പറയുക. അപ്പോൾ അത്തരത്തിൽ തുണ്ടുപേപ്പർ ഒന്നും വെക്കാതെ നേരെ ചൊവ്വേ ഒറ്റയ്ക്ക് വന്ന് സംവാദത്തിന് തയ്യാറാണോ എന്ന ഒരു ചോദ്യമാണ് ശബരീനാഥൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു അവർ രണ്ടുപേരും ഒറ്റ ടീമാണെന്ന് അദ്ദേഹം പറയുന്നതിന് മറ്റ് കാരണങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹം പറയുന്നത് PM-ശ്രീ ഉൾപ്പെടെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ ഉൾപ്പെടെ നടപ്പിലാക്കാനായിട്ട് അതിൽ ഒപ്പിട്ട മന്ത്രിയും അതിനെ ഒപ്പിടാൻ പ്രേരിപ്പിച്ച ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും അവരെന്തിനാണ് രണ്ട് സൈഡിലായിട്ട് നിന്നിങ്ങനെ സംവാദം നടത്തുന്നത്? അവരൊരു ടീമാണ്, അവരൊന്നിച്ച് തന്നെ നിൽക്കേണ്ടവരാണ്. അവരെ രണ്ടുപേരെയും ഒരുപോലെ എതിർക്കുന്ന UDF ഇവിടെ മറുവശത്ത് ഒറ്റയ്ക്ക് നിൽപ്പുണ്ട്. ആ UDF-ഉം നിങ്ങളും തമ്മിൽ ഉള്ള ചർച്ചയാണ് നടക്കേണ്ടത്. അതിന് നിങ്ങൾ തയ്യാറായി വരിക, ഒറ്റയ്ക്ക് തയ്യാറായി വരിക. താൻ ഒറ്റയ്ക്ക് വരാം, നിങ്ങൾ പറയുന്നിടത്ത് ഏത് സ്ഥലമാണ് സമയമാണെന്ന് നിങ്ങൾ തീരുമാനിച്ചുകൊള്ളൂ, താൻ റെഡിയാണ്. ഏത് വിഷയത്തെക്കുറിച്ചും നിയമത്തെ വികസന സംവാദത്തെക്കുറിച്ച് താൻ റെഡിയാണ് എന്ന് ശബരീനാഥൻ ഒരു ചലഞ്ച്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ചലഞ്ച് മുന്നോട്ട് വയ്ക്കുകയാണ്. അതിൽ ഇനിയിപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖറും ശിവൻകുട്ടിയും എന്തോ മറുപടി പറയും എന്നാണ് രാഷ്ട്രീയക്കാരുടെ ഉറ്റുനോക്കുന്നത്, പ്രത്യേകിച്ച് നിയമത്തെ ജനത ഉറ്റുനോക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ ഉള്ള ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അങ്ങോട്ട് തിരിച്ച് വെല്ലുവിളി നടത്തുന്ന സംഭവങ്ങൾ അപൂർവമാണ്. അത്തരമൊരു ചങ്കുറ്റത്തോടെയുള്ള നട്ടലുള്ള ഒരു വെല്ലുവിളിയാണ് ശബരീനാഥൻ നടത്തിയിരിക്കുന്നത്. അത് ഈ രണ്ട് പാർട്ടികളും അവർക്ക് ഈ പറയുന്ന പോലെ ഒന്നിച്ച് വരാവുന്നതേ ഉള്ളൂ. ഒന്നിച്ച് രണ്ടുപേരും കൂടി തീരുമാനിച്ച് ആരെങ്കിലും ഒരാളെ ഈ സംവാദത്തിനായിട്ട് പ്രതിനിധിയായിട്ട് തങ്ങളുടെ സംയുക്ത പ്രതിനിധിയായിട്ട് പറഞ്ഞു വിടാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആരെങ്കിലും അവർ സംവാദത്തിന് പറഞ്ഞു വിടുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഈ നിയമം കഴിഞ്ഞ 3 തവണയും നിങ്ങൾ സെക്കൻഡ് റണ്ണറപ്പാണ്, അതായത് 3ാം സ്ഥാനത്താണ്, അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനെ മറുപടി കൊടുക്കുന്നത് നമ്മുടെ ക്രിക്കറ്റിൻ്റെ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള സഞ്ജു സാംസണിൻ്റെ പ്രകടനവുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ്. സഞ്ജു സാംസൺ മികച്ച കളിക്കാരനാണ്, ക്ലാസ് താരമാണ്, അദ്ദേഹത്തിന് ഫോമൊക്കെ ഉണ്ട്. എന്നാൽ ഇടക്കാലത്ത് അദ്ദേഹം ഒന്ന് ഫോം ഔട്ടായി. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ, വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നു. അദ്ദേഹത്തെ എഴുതി തള്ളുന്ന ഒരു കാഴ്ച കണ്ടു. എന്നാൽ ഒരു അവസരമുണ്ടായപ്പോൾ അദ്ദേഹം രാജ്യത്തിന് വേണ്ടിയിട്ട് മികച്ച പ്രകടനം നടത്തി രാജ്യത്തിൻ്റെ തന്നെ ഹീറോയെ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് അദ്ദേഹത്തിന് പുറകെ ആളുകൾ ഇങ്ങനെ നടക്കുകയാണ്, മാധ്യമങ്ങളിലും അദ്ദേഹത്തെ തേടി നടക്കുകയാണ്. അപ്പോൾ അതുപോലെ ഒരു നിമിഷമാകും ഇത്തവണ മെയ് 4 വോട്ടെണ്ണി കഴിയുമ്പോൾ നിയമത്തുണ്ടാവുക എന്ന് ശബരീനാഥൻ ഉറപ്പിച്ചു പറയുന്നു. അന്ന് ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ഉണ്ടായ തിരിച്ചടികൾക്ക് ശക്തമായ മറുപടി നൽകിക്കൊണ്ട് മെയ് 4 വോട്ടെണ്ണുമ്പോൾ നിയമത്ത് കൈപ്പത്തി വിരിഞ്ഞിരിക്കും, ആ നിയമമണ്ഡലം തിരികെ പിടിച്ചിരിക്കുമെന്ന് അടിയുറച്ച വിശ്വാസത്തോടു കൂടി KS ശബരീനാഥൻ പറയുകയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആ ആത്മവിശ്വാസം പ്രകടമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് പറഞ്ഞതുപോലെ BJPയുടെ സിറ്റിംഗ് സീറ്റ് അത് ആ അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണ് UDF രംഗത്തിറങ്ങിയത്. അന്ന് K മുരളീധരനാണ് നിയമത്ത് മത്സരിച്ചത്. തൊട്ടു മുൻപ് ഏതാണ്ട് 13,000 വോട്ടുകൾ മാത്രമാണ് UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിഞ്ഞതെങ്കിൽ K മുരളീധരൻ അവിടെ ആ വോട്ട് 35,000-ലേക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെയാണ് അവിടെ BJP സ്ഥാനാർത്ഥി തോൽക്കുന്നത്. UDF മികച്ച സ്ഥാനാർത്ഥി നിർത്തി അവിടെ മികച്ച പ്രകടനം നടത്തിയപ്പോഴാണ് അവിടെ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ കഴിഞ്ഞത്. അല്ലാതെ അത് CPFൻ്റെ എന്തെങ്കിലും വലിയ മികവ് കൊണ്ടോ ഒന്നുമല്ല. UDFൻ്റെ ഒരു ശക്തമായ പ്രകടനമാണ് അവിടെ BJPക്ക് തോൽവിക്ക് കാരണമായത്. അതുകൊണ്ട് K മുരളീധരനെതിരെ BJPക്ക് ഇപ്പോഴും ശക്തമായ വിമർശനവും അല്ലെങ്കിൽ അവരോട് ദേഷ്യവും എതിർപ്പും ഒക്കെ തന്നെ BJP ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വട്ടിയൂർക്കാവിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് BJP CPM ഡീല് ഇതിനോടകം തന്നെ സജ്ജമായി കഴിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും നേമത്ത് ഇത്തവണ ശക്തമായ പോരാട്ടത്തിനാണ് UDF കളമൊരുക്കിയിരിക്കുന്നത്. ആ മണ്ഡലം തിരികെ പിടിക്കുമെന്ന കാര്യത്തിൽ UDFന് സംശയമില്ല. ഒപ്പം തന്നെ അവിടെ ശബരീനാഥൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ വെല്ലുവിളി, വികസന സംവാദത്തിനുള്ള വെല്ലുവിളി, അതേറ്റെടുക്കാൻ ഈ പറയുന്ന ശിവൻകുട്ടിക്കോ രാജീവ് ചന്ദ്രശേഖരനോ ധൈര്യമുണ്ടോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അത് ഈ പറഞ്ഞതുപോലെ ഇടംബലം ആളൊന്നുമില്ലാതെ, ചെവിയിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാതെ, കയ്യിൽ ഈ പറയുന്ന പോലെ തുണ്ടു പുസ്തകം വയ്ക്കാതെ, തുണ്ടു പേപ്പറുകളൊന്നും വയ്ക്കാതെ രണ്ടുപേരും വരണം. അത് ശിവൻകുട്ടിയാണെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും. രാജീവ് ചന്ദ്രശേഖറും ഈ ഇടവും ബലവും ആളില്ലാണ്ട് ഒരു മലയാളം സെൻറ്റൻസ് ഒറ്റയ്ക്ക് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള 2 ആളുകൾ അവരെ നേർക്കുനേർ നിന്ന് KS ശബരീനാഥൻ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ആർജവം ഈ സ്ഥാനാർത്ഥികൾക്കോ അവരുടെ പാർട്ടികൾക്കോ ഉണ്ടോ എന്നതാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.